എല്ലാവർക്കും ചാപ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ ഡെസിമൽ ഫോംസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ആ ഡെസിമൽ ഫോംസിനെ കൺവേർട്ട് ചെയ്യുന്നതിന്റെ ആ മോഡൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കുക, 1/7 ക്വസ്റ്റ്യൻ ഇച്ചിരി വലുതാണ്. ഇതിനെ ഇതാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, 1/7 എന്ത് ചെയ്യാം, ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മൾ ആദ്യ സ്റ്റെപ്പ് എന്തായിരുന്നു, 1/7 എടുക്കുക. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് ചെയ്യും, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഡിനോമിനേറ്റർ ഇന്റർചേഞ്ച് ചെയ്യും. 1/10 ഇൻറ്റു 10/7. ഡിനോമിനേറ്റർ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. അടുത്ത എന്താണ്, ഈ 10/7 ഡിവൈഡ് ചെയ്യും. നോക്കിയേ, 10/7 ഡിവൈഡ് ചെയ്തപ്പോൾ എങ്ങനെ വന്നു, 1/10 ഇൻറ്റു 10/7 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ്ഡ് ആക്കണം. എങ്ങനെ വരും, QR/D 1 ആൻഡ് 3/7 എന്ന് വന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ ആഡ് ചെയ്യും. ഇതിനെന്ത് ചെയ്യും, ആഡ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്താണ്, 1/10 എന്ത് ചെയ്യും, അകത്തോടെ കയറ്റി വിളിക്കും. 1/10 ഇൻറ്റു 1 എത്ര എന്ന് വരും, 1/10 വരും. പ്ലസ് 1/10 ഇൻറ്റു 3/7 എത്ര വരും, 3/70 വന്നു. അതെങ്ങനെ വരുന്നത്, 1/7 ഈക്വൽ 1/7 ഈക്വൽ എന്താ, 1/7 ഉണ്ട്. ഇത് നമ്മൾ എന്തോ ചെയ്യുന്നത്, 10ന്റെ പവർ വരുന്നത് എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റും. അതായത് 1/7 മൈനസ് 1/10 ഈക്വൽ 3/70 എന്ന് എഴുത്ത് നമുക്ക് ആദ്യത്തെ 10 വെച്ച് ചിലപ്പോൾ കിട്ടിയത്. അടുത്ത എന്താണ്, ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, 100 വെച്ച് ചെയ്യും. റിപ്പീറ്റ് ചെയ്ത് നോക്കണ്ടേ, ന്യൂമറേറ്റർ മാറി നോക്കണ്ടായോ. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാം, അടുത്ത് 100 വെച്ച് ചെയ്യാൻ പോവാം. അപ്പൊ നമുക്ക് 100 വെച്ച് ചെയ്യാം. 1/7 ഇൻറ്റു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യാം, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ ഇന്റർചേഞ്ച് ചെയ്യാം. 1/100 ഇൻറ്റു 100/7 എന്ന് പറയും. ഇനി അടുത്ത് എന്താണ് ചെയ്യുന്നത്, ഇതിനെ ഡിവൈഡ് ചെയ്യാം. എത്ര വന്നു ഡിവൈഡ് ചെയ്തപ്പോൾ നോക്കിയേ, 14 ന്യൂമറേറ്റർ വന്നു, റിമൈൻസ് 2 വന്നു. നമുക്ക് എഴുതാം. അത് 1/7 ഈക്വൽ 1/100 ഇൻറ്റു QR/D ആണ് 14 പ്ലസ് 2/7. എന്ത് ചെയ്യും, 1/7 ഈക്വൽ വെച്ച് പിടിക്കും 14/100 പ്ലസ് 2/700 എന്ന് നമുക്ക് എന്ത് ചെയ്യും, വരും. അടുത്ത സ്റ്റെപ്പ് എന്താണ്, 10ന്റെ പവർ വരുന്നതിന് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. 1/7 മൈനസ് 14/100 ഈക്വൽ ടു 2/700 എന്ന് നമുക്ക് എന്ത് ചെയ്തു, 100 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. അടുത്ത നമുക്കിത് മായിച്ചിട്ട് എന്ത് ചെയ്യാം, 1000 വെച്ച് ചെയ്യാം. മായിച്ചിട്ട് എന്ത് ചെയ്യാം, 1000 വെച്ച് ചെയ്യാം. അത് നമുക്ക് എന്താണ്, 100 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 14 ആണ് ന്യൂമറേറ്റർ വന്നത്. അപ്പോൾ അവിടെ എന്താ റിപ്പീറ്റ് ആയി വരുന്നില്ല. പഠിച്ച് എന്ത് ചെയ്യാം, 1000 വെച്ച് ചെയ്യാം. 1/7 ഇൻറ്റു 1000/1000. അടുത്ത എന്താണ്, 1/7 ഈക്വൽ ടു 1000 ഇൻറ്റു 1000/7 എന്ന് വന്നു. അപ്പൊ നോക്കുക, ഇനി എന്ത് ചെയ്യാം, 1000നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1000നെ എന്ത് ചെയ്യാം, 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഓരോ എന്റെ ആൻസർ എടുത്ത് എഴുതാൻ പോവാം. ഡിവൈഡ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 1/7 ഈക്വൽ ടു 1/1000 ഇൻറ്റു 142 പ്ലസ് 6/7 എന്ന് എഴുതി. ഇനി അടുത്ത എന്താണ്, അകത്തോട്ട് കയറ്റി വിളിക്കുക. 142 ഡിവൈഡ് ബൈ 1000 പ്ലസ് 6/7000 എന്ന് പറയും. 6/7000 എന്ന് പറയും. നമുക്ക് മൂന്നാമതും നമ്മള് 1000 വെച്ച് ചെയ്തപ്പോൾ എന്താണ്, 142/1000 ആണ് വന്നത്. റിപ്പീറ്റ് ആയി വന്നില്ല ന്യൂമറേറ്റർ. വീണ്ടും എന്ത് ചെയ്യുക,
അടുത്ത 1000 വരെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യുക? 10,000 ചെയ്യാം. കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യുക? 10,000 ചെയ്യാം. അടുത്ത 10,000 ചെയ്യാം. 1/7 ഈക്വൽ 1/7 into 10,000 by 10,000. 1/7 ഈക്വൽ എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ ഇന്റർചേഞ്ച് ചെയ്യാം. into 10,000 by 7. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 10,000 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 1000 അല്ല 10,000 എന്ത് ചെയ്യാം? 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1/7 ഈക്വൽ 1/10,000 into ഞാൻ എന്ത് ചെയ്യാൻ പോവാം? അതിന്റെ ആൻസർ ഓൾറെഡി അങ്ങ് എഴുതാൻ പോവാം. 1428 plus 4/7. എന്ത് ചെയ്യാം? നമുക്ക് 8 കൊടുക്കാം. is equal to 1428 by 10,000 plus 4/70,000. അടുത്ത എന്താണ്? 1/7 മൈനസ് എന്ത് ചെയ്യാം? പുറത്തോണ്ട് വരാം. 1428 by 10,000 equal 4/70,000. ഇപ്പൊ നോക്കിയേ, അതെന്താണ്? 1/7 മൈനസ് 1428 by 10,000 വന്നു. ഇതെന്താ വീണ്ടും റിപ്പീറ്റ് ആയി വരുന്നില്ല. എന്താണ് ഇവിടുത്തെ എന്താണ് 10ന്റെ പവേഴ്സ് ഉണ്ട്, എന്താണ് ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നില്ല. നമ്മളപ്പോ എന്ത് ചെയ്യാം? വീണ്ടും ഇനി എന്ത് ചെയ്യാം? അടുത്തെന്താണ്? 10,000 എന്താണ്? ലാക്ക് വെച്ച് ചെയ്യാം. 1 ലാക്ക് വെച്ച് എന്ത് ചെയ്യാം? വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. റിപ്പീറ്റ് ആയിട്ട് വന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം? നിർത്താം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇത് മാറ്റി ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ കണക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബോർഡ് കുറെ ആയിട്ട് മാറ്റി ചെയ്യേണ്ടി വരും. എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുകയും ചെയ്യും. അടുത്ത് നോക്കുക എന്താണ്? 1/7 into എന്താണ് ചെയ്യുന്നത്? 10,000 ആയിരുന്നു അവിടെ. അടുത്ത് എന്താണ്? 1 ലാക്ക് വെച്ച് by 1 lakh. എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്യാം. 1/7 ഈക്വൽ 1/1 lakh into 1 lakh by 7. അടുത്ത എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി ഈ 1 ലാഖിനെ എന്ത് ചെയ്യാം? 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. ആ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ആൻസർ എന്ത് ചെയ്യും? ഞാൻ ഓൾറെഡി അങ്ങ് എഴുതാൻ പോവാം. നിങ്ങൾ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കാം. 1/1 lakh into എന്റെ ആൻസർ എഴുതാം. 14285 plus 5/7. ഇനി എന്ത് ചെയ്യാം? കേട്ടു വിളിക്കാം. 1/7 ഈക്വൽ 1 into 14285 by 1 lakh plus 1/, ഇതിനെ എന്ത് ചെയ്യാം? 5/7 വെച്ച് കുടിക്കാം. അപ്പം ചേട്ടും 5/7 ലാക്ക് വരും. ഇനി എന്ത് ചെയ്യാം? വീണ്ടും ഇങ്ങോട്ട് മാറ്റാം. എന്താണ്? 1/7 മൈനസ് 14285 by 1 lakh equal 5/7 lakh. അപ്പൊ നോക്കിയേ, 14285 റിപ്പീറ്റ് ആയിട്ട് വല്ലതും വന്നോ? ഇല്ല. ഇനി അടുത്ത് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞില്ലേ, അതിനോട് 10 തുടങ്ങി, 100 തുടങ്ങി, 1000 തുടങ്ങി. നമ്മൾ സാധാരണ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അങ്ങനെ ചെയ്തപ്പോൾ റിപ്പീറ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഇവിടെ എന്താ റിപ്പീറ്റ് വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും അടുത്ത് എന്താണ്? 1 ലാക്ക് എന്താണ്? 10 ലാക്ക് വെച്ച് ചെയ്യാം. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? 1/7 എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 10 ലാക്ക് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1/7 ഈക്വൽ 1/7 into 10 lakh by 10 lakh. ഇനി അടുത്ത എന്താണ് സ്റ്റെപ്പ്? ഇന്റർചേഞ്ച് ചെയ്യാം. 1/7 ഈക്വൽ 1/10 lakh into by 7. ഇനി എന്ത് ചെയ്യാം? 10 ലാഖിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ എഴുതാം. 1/7 ഈക്വൽ 1/10 lakh
ഇൻറ്റു എന്ത് ചെയ്യാം ആൻസർ എഴുതാം. ഞാൻ ആൻസർ അങ്ങ് എഴുതാൻ പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യാം ഡിവൈഡ് നോക്കുക. 1 4 2 8 5 7 1 4 2 8 5 7 എന്താണ് ഇതിന്റെ ആൻസർ? ഇവിടെ എന്താണ് 1 4 2 8 5 എന്നുള്ളത്. അവിടെ എന്താണ് ഒരു 7 അധികം വന്നു. എന്താണ് പ്ലസ് 1/7 വരും. പ്ലസ് 1/7 അകത്തോട്ട് കയറ്റി പിടിക്കാം. 1/7 ഈക്വൽ 1 4 2 8 5 7 by 10 lakh plus 1/70 lakh. ലാക്ക് വന്നു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ ഇപ്പുറത്തോട്ട് മാറ്റാം. 1/7 മൈനസ് 1 4 2 8 5 7 by 10 lakh equal 1/70. അപ്പൊ വീണ്ടും നമുക്ക് എന്താണ് ഒരു ബോക്സ് കിട്ടി. നോക്കിയേ, നമുക്ക് കിട്ടിയതിനകത്ത് വല്ല മാറ്റവും ഉണ്ടോ? ന്യൂമറേറ്ററിൽ ഒരു മാറ്റവും ഇല്ല. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ 10 lakh വെച്ച് ചെയ്താൽ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 1 crore വെച്ച് ചെയ്യാം. അത് ഒരു കോടി കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 1/7 ഈക്വൽ 1/7 ഇൻറ്റു എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 10 lakh ആയതിനു മുമ്പ് ഇപ്പൊ എത്ര? 1 crore ബൈ ഇനി എന്ത് ചെയ്യാം? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർചേഞ്ച് ചെയ്യാം. 1/7 ഈക്വൽ ടു 1 into 1 crore by 7. അടുത്ത് എന്ത് ചെയ്യാം? ഒരു കോടി 7 ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? അത് നമുക്ക് എന്ത് ചെയ്യാം? എടുത്തെഴുതാം. 1/7 ഈക്വൽ ടു 1/1 crore into എന്ത് ചെയ്യാം? അതിന്റെ ആൻസർ എഴുതാം. അതിന്റെ ആൻസർ എഴുതാം. 1 4 2 8 5 7 1 plus 3/7. നമുക്ക് എന്ത് ചെയ്യാം? ഇട്ട് പിടിക്കാം. 1/7 ഈക്വൽ 1 4 2 8 5 7 1/10 lakh plus 3/7 crore. എന്ത് ചെയ്യാം? നമുക്ക് മാറ്റി എഴുതി നോക്കാം. 1/7 minus 1 4 2 8 5 7 1/1 crore equal to 3/7 crore. ഓക്കെ, നമുക്കിവിടെ കിട്ടിയ എന്താണ്? നോക്കുക, നമുക്കിവിടെ കിട്ടിയ എന്താണ്? 1 4 2 8 5 7 1/1 crore. അത് നോക്കുക, 1 എന്താണ്? റിപ്പീറ്റ് ആയിട്ട് വന്നു. എന്താണ്? നോക്കിയേ, 1 എന്താണ്? റിപ്പീറ്റ് ആയിട്ട് വന്നു. ഇനി അടുത്ത എന്താ സ്റ്റെപ്പ് വരുന്നത്? 4 വരും, 2 വരും, 8 വരും, 5 വരും, 7 വരും. അപ്പൊ എന്തൊരു ആൻസർ? ഇത് ഇത്രയും കഴിഞ്ഞ് എന്താണ്? 1 4 2 8 5 7. ഇത് എന്താണ്? വീണ്ടും ഇതുപോലെ റിപ്പീറ്റ് ആയി വന്നു. ഇതാണ് എന്താ? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇതുവരെ ചെയ്ത മൊത്തത്തിലുള്ള സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ? നമുക്ക് ബോർഡിലൊന്ന് എഴുതിയിട്ട് അതിന്റെ ആൻസർ എഴുതാം. അപ്പൊ നോക്കിയേ, നമ്മൾ എന്താണ് ഇതുവരെ ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഓർഡർ ആക്കി എഴുതിയിട്ടുണ്ട്. കിട്ടിയില്ല. കാണാൻ നോക്കുക, ഇവിടെ എല്ലാം എന്താണ്? അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, എല്ലാ ഇതിന്റെ ന്യൂമറേറ്റർ എന്താണ്? ഓരോന്ന് കൂടി കൂടി വരും. അതെ, എന്താണ് നമ്മൾ ഇവിടെ വരെ ചെയ്താലും എന്താണ്? ഗവൺമെന്റ് ഞാൻ അധികം എഴുതിയപ്പോൾ അതായത് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും? എന്താണ്? അധികം എഴുതിയപ്പോൾ. അപ്പൊ നോക്കുക, അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ എല്ലാ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് എഴുതാം. എന്ത് വരും? 0.1 0.14 0.142 0.1428. അതായത് എന്താണ്? ഇതിനെ ചെയ്യുമ്പോൾ ഇതിനെ ചെയ്യുമ്പോഴാണ് എന്താ നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. ഇതിനെ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ആൻസർ കിട്ടിപ്പോകുന്നത്. അപ്പൊ ഞാൻ അതിൽ തന്നെ എഴുതി പോവാണ്. എന്താണ്? 0.14285 0.14285 അടുത്ത എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ കിട്ടും 0.1428
28571. മറ്റെന്താണ് ഇതിന്റെ 0.14285714. എന്ത് ചെയ്യും നമ്മുടെ ആൻസർ എങ്ങനെ വരും? കാരണം നോക്കി ഓരോ സ്റ്റെപ്പിൽ എന്താണ് ഓരോന്ന് കൂടി വന്നേത്. എന്നിട്ട് എന്താണ് ഏറ്റവും അവസാനം അവിടെ എത്തിയാണ് എത്രയാണ് 1 crore. അതായത് നമ്മൾ എത്ര നമ്മൾ ഡിവൈഡ് ചെയ്യപ്പെടാം 1 crore വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്താ നമുക്ക് റിപ്പീറ്റ് ആയത്. അപ്പൊ നമ്മൾ അതുവരെ എന്താണ് 10ൽ തുടങ്ങി എന്താണ് 1 crore നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു പവാസാക്കി. നമ്മൾ എന്താണ് അപ്പോഴാണ് നമുക്ക് എന്താ റിപ്പീറ്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ 1/7 ആൻസർ ഫ്രാക്ഷൻ എങ്ങനെയാണ് ക്ലോസർ ആയി വരുന്നത്? 1/7 0.14285714. വീണ്ടും എന്തെങ്കിലും വരും 2857 എക്സെട്രാ. നമുക്ക് 1/7 ആൻസർ എങ്ങനെ കിട്ടി? നമുക്ക് ഏറ്റവും അവസാനം നോക്കി നമ്മൾ എത്ര വട്ടം ബോർഡ് വായിച്ചു? എത്ര 10ൽ തുടങ്ങി 10, 100, 1000, 10,000, lakh, 10 lakh, 1 crore ആയിട്ടാണ് എന്താ നമുക്ക് റിപ്പീറ്റ് ആയി കിട്ടാം. ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ കിട്ടിയതാണ് ഇതുണ്ടോ ഡിവിഷന്റെ ഫോം. നമ്മൾ ഓരോ ഡിവൈഡ് ചെയ്യുമല്ലോ 7 വെച്ച് 10നെ 100 എല്ലാം 10 വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ബേസിക് ഫ്രാക്ഷനിലോട്ട് നമ്മൾ ആക്കുമായിരുന്നു. അതിന് ഞാൻ ജസ്റ്റ് ആൻസർ എഴുതി പോയി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? അതെല്ലാം ചെയ്ത് നോക്കണം. എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതുക. വീഡിയോ ക്ലാസ്സിൽ എന്ത് കറക്റ്റായിട്ട് നിങ്ങൾ കിട്ടുക നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചെയ്ത് പഠിക്കുക. എക്സാമിനായിട്ട് അവസാനം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 1/7 4-5 മാർക്കിൽ ഇത് ചോദിച്ചിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് കൃത്യമായിട്ട് ഇത് ചെയ്ത് പഠിച്ച് വെക്കാം. 1/7 ആൻസർ എങ്ങനെയാണ് 0.14285714. ഇവിടെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ആയി പോകും. ഇത്രയുള്ള നമ്മുടെ 1/7 ആൻസർ. അപ്പൊ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ റിസൾട്ട് ഓഫ് ദി ഓപ്പറേഷൻ ബിലോ ആസ്ക്ഡ് ഡെസിമൽസ്. എന്ത് ചെയ്യാം? കുറച്ച് ഡെസിമൽ രൂപത്തിൽ കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? അതാണ് ഇവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞ പോകുന്നത്. 2 ഡെസിമൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 0.11 പ്ലസ് 0.22 എക്സെട്രാ വെച്ചോളാം. അത് രണ്ടും ആഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നോക്കി നമ്മൾ നേരത്തെ ചെയ്ത കണക്കിൽ നിന്ന് നമുക്ക് കിട്ടുക എന്താ 1/9 ആൻസർ 0.11, 2/9 ആൻസർ 0.222 എക്സെട്രാ അങ്ങനെ പോകും. 3/9 0.33. നമുക്ക് 4/9 5/9 എല്ലാം 9 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന സംഖ്യകളെല്ലാം എന്താണ് 1 2 3 4 5 6 7 8 by 9 ഡിവൈഡർ ആയിട്ട് വരും. 9 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന സംഖ്യകളെല്ലാം ആൻസർ എങ്ങനെ വരും നോക്കിയാൽ നമുക്ക് കണ്ടോ 2/9 എങ്ങനെ വരും 0.22, 3/9 എങ്ങനെ വരും 0.333, 4/9 എങ്ങനെ വരും 0.44, 5/9 0.556, 6/9 0.66, 7/9 0.777, 8/9 0.888. അപ്പൊ നോക്കി അതിന്റെ ആൻസർ എല്ലാം അങ്ങനെ വരും. അപ്പൊ അത് ഉപയോഗിച്ചാണ് നമ്മളോട് ഇതിന്റെ ഈ റിസൾട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ 0.111 എക്സെട്രാ. ഇതിന്റെ ആൻസർ എന്താണ് വരുന്നത് നോക്കിയാൽ നോക്കാം. എന്താണ് കാണേണ്ടത് 0.111 എക്സെട്രാ എങ്ങനെ വരും 1/9. ഇനി എന്താണ് 0.222 എക്സെട്രാ എന്ത് വരും 2/9. ആണ് ഇനി എന്ത് ചെയ്യാം? ഇത് തമ്മിൽ ആഡ് ചെയ്യാം. അതായത് 1/9 പ്ലസ് 2/9 എത്ര കിട്ടും 3/9 കിട്ടും. 3/9 എന്ന് വെച്ചാൽ എത്ര വരും അവിടെ 0.3 നോക്കിയേ ആൻസർ കിട്ടും. അപ്പൊ ഒന്നുകൂടെ പറയാം 0.111 എക്സെട്രാ പ്ലസ് 0.22 എക്സെട്രാ ആണ് ആഡ് ചെയ്യാം. നമ്മൾ 0.111 എക്സെട്രാ ആൻസർ എങ്ങനെയാണ് 1/9 എന്റെ ഫ്രാക്ഷൻ ഫോം വരുന്നത്. അടുത്ത 0.22 എക്സെട്രാ ഫ്രാക്ഷൻ ഫോം എങ്ങനെ വരും 2/9 വരും. ഇത് എന്ത് ചെയ്യും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 3/9 കിട്ടും. 3/9 എന്ത് ചെയ്യാം ഡെസിമൽ ഫോമിലോട്ട് മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യണം ആ ബോക്സിൽ നിൽക്കണം. ഈ ബോക്സ് നമ്മൾ നേരത്തെ ചെയ്തതാണ്. നേരത്തെ നമ്മൾ കണക്കുകൾ ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഈ രീതിയിൽ ആൻസർ കിട്ടും. നമ്മൾ ഇത്രയും ചെയ്താണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കിയത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. 1/9 തൊട്ട് 8/9 വരുന്ന സംഖ്യ ആൻസർ എല്ലാം എന്ത് ചെയ്യും ഇങ്ങനെ തന്നെ വരും. അടുത്ത ദിവസത്തേക്ക് 0.33 എക്സെട്രാ ഇൻറ്റു 0.66 എക്സെട്രാ. അതെന്താ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഈ രണ്ട് നമ്മൾ എന്താ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതേപോലെ തന്നെ ഇത് അഡീഷൻ ആണ് എന്തെങ്കിലും വ്യത്യാസം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒന്നിന്ന് ആൻസർ ചെയ്യാം. 0.333 എത്ര വരും 3/9 വരും. ഇൻറ്റു 0.66 എന്ത് വരും 6/9 വരും. എന്ത് ചെയ്താൽ മതി നമുക്ക് വെച്ച് റെഡ്യൂസ് ചെയ്യാം. എന്താണ് 3 9 1/3 വരും. 6 9 എത്ര വരും 2/3 വരും. ഇനി എന്തൊരു ആൻസർ 2/9 ആണ് ആൻസർ. 2/9 ആണ് ആൻസർ. 2/9 എന്ന് വെച്ചാൽ എത്ര ആയിരുന്നു 0.222 എക്സെട്രാ എക്സെട്രാ വരും ഇതിന്റെ ആൻസർ. അപ്പൊ അഡീഷൻ പോലെ എന്താണ് ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇത് രണ്ടും എന്താണ് സെയിം ആണ്.
അപ്പൊ നോക്കുക അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അവിടെ ഇരിക്കുകയാണ്. ഈ തന്നിട്ട് ഡെസിമൽ നമ്മൾ എന്ത് ചെയ്യാം ഫ്രാക്ഷനിലോട്ട് മാറ്റാം. ആ ഫ്രാക്ഷൻ വെച്ച് എന്ത് ചെയ്യാം നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് ആ ഫ്രാക്ഷൻ എന്ത് ചെയ്യാം അവസാനം ഡെസിമലിലോട്ട് മാറ്റാം. അതാണ് എന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ 0.333 എക്സെട്ര ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ ഇവിടെ എന്താണ് ഈ ഡെസിമലിനെ എന്താണ് ഹോൾ സ്ക്വയർ ചെയ്യാൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം 0.33 എക്സെട്രയുടെ ആൻസർ ഫ്രാക്ഷൻ എന്ത് വരും 3/9 വരും. ഇനി എന്ത് ചെയ്യാം നമുക്ക് ഈ 3/9 നമുക്ക് എന്ത് ചെയ്യാം സ്ക്വയർ ചെയ്യാം. കാരണം നോക്കിയേ 0.33യുടെ ആൻസർ എന്താണ് 3/9. അതിന്റെ ഫ്രാക്ഷൻ ഫോം എന്തിനാണ് 3/9. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ 3/9 നമുക്ക് എന്ത് ചെയ്യാം സ്ക്വയർ ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ വരും 3 സ്ക്വയർ 3 സ്ക്വയർ ബൈ 9 സ്ക്വയർ വരും. 3 സ്ക്വയർ എത്ര വരും 9 ബൈ എന്ത് വരും 81 വരും. നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ വെട്ടിച്ചെടുക്കാം. എത്ര വരും 1/9 വരും. 1/9 എന്ന് വെച്ചാൽ എത്ര വരും ആൻസർ 0.11 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക റൂട്ട് 0.44 അതാണ്. നോക്കിയ റൂട്ടിനകത്ത് എന്താ കുറച്ച് ഒരു ഡെസിമൽ കൊടുത്തിരിപ്പുണ്ട് 0.44 നമ്മൾ ഡെസിമൽ കൊടുത്തിരിപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്യാം റൂട്ട് കണ്ടുപിടിക്കാൻ ആണ് നോക്കുക. റൂട്ടിനകത്ത് എന്ത് ചെയ്യാം ഈ 0.44ന്റെ വാല്യൂ എഴുതാം. എത്രയാണ് 4/9 എഴുതാം. ഇനി എന്ത് ചെയ്യാം ഈ 4/9 റൂട്ട് കണ്ടുപിടിക്കാം. കാരണം നോക്കിയേ 4ന്റെ റൂട്ട് എത്രയാണ് റൂട്ട് 4 എത്ര കിട്ടും 2 കിട്ടും. അത് റൂട്ട് 9 എത്ര കിട്ടും റൂട്ട് 9 എത്ര കിട്ടും ന്യൂമറേറ്റർ ഏതാ ചെയ്യണം ഡിനോമിനേറ്റർ ചെയ്യണം. അപ്പൊ എന്താണ് റൂട്ട് 3 റൂട്ട് 3 അല്ല 3 വരും. നോക്കിയേ റൂട്ട് 4ന് എന്ത് കിട്ടും 2 കിട്ടും. റൂട്ട് 9 എന്ത് കിട്ടും 3 കിട്ടും. അപ്പൊ 4/9 റൂട്ട് ആകുമ്പോൾ എന്ത് വരും 2/, എന്ത് കിട്ടും ആൻസർ 2/3 എന്ന് കിട്ടും. 2/3 എന്നുള്ള എന്താണ് ഫ്രാക്ഷൻ കിട്ടിയത്. നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഫ്രാക്ഷൻ നമുക്ക് ആ രൂപത്തിൽ എഴുതാൻ പറ്റില്ല. ഈ ഫ്രാക്ഷൻ എന്തായാലും ആ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം ബൈ 9 വന്നാൽ നമുക്ക് എന്ത് എളുപ്പം എഴുതാം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ രൂപത്തിലുള്ള മാറ്റം എന്ത് ചെയ്താൽ മതി ഡിനോമിനേറ്റർ എന്താവണം 9 ആവണം. ഡിനോമിനേറ്റർ എന്താവണം 9 ആണ്. നമ്മൾ ഇവിടെ ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും 9 ആവാൻ എന്ത് ചെയ്താൽ മതി 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് ചെയ്യാം ആ 3 നമ്മൾ എന്ത് ചെയ്യാം ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ ഇക്വലന്റ് ഫ്രാക്ഷൻ ആക്കും. ഈ ഫ്രാക്ഷൻ നമുക്ക് എന്ത് കിട്ടും 6/9 എന്ന് കിട്ടും. അപ്പൊ ഓക്കെ 2/3 ആണ് കിട്ടിയത്. നമുക്ക് ആ രീതി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഡിനോമിനേറ്റർ 9 ആക്കി മാറ്റി ആ രീതി ചെയ്യാൻ വേണ്ടി 9 ആക്കി മാറ്റിയത്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ പഠിച്ച രീതി ചെയ്യാം. ഇതിനൊക്കെ കുറച്ച് എളുപ്പം ഇതല്ലേ. നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്തായി 9 ആയി. നമ്മൾ എന്ത് ചെയ്യും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇക്വലന്റ് ഫ്രാക്ഷൻ ആകത്തുള്ളൂ. നമുക്ക് 6/9 കിട്ടി. 6/9 എത്ര ആയിരുന്നു 0.666 എത്രയാണ് എന്താ ഇതിന്റെ ആൻസർ. നോക്കിയാൽ നമ്മുടെ ഈ പാഠം കഴിയും. നമ്മൾ 9ാം ക്ലാസ് ഡെസിമൽ ഫോംസ് എന്ന പാഠമാണ് പഠിച്ചത്. നമ്മളിപ്പോ മൊത്തം എത്ര പാർട്ടായി 4 ഈ ക്ലാസ് കൂട്ടുമ്പോൾ 4 പാർട്ടായിട്ടുണ്ട്. ഈ 4 പാർട്ടിന്റെയും ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് കാണാം. ക്ലാസ് എല്ലാം നന്നായിട്ട് കണ്ട് ചെയ്ത് പഠിക്കുക. ഇന്ന് പഠിപ്പിച്ച കണക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 1/7 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഇത് ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.